ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C31 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള യൂണി SoC T612 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C51 അല്ലാന്നുണ്ടെങ്കിൽ നാർസോ N53 എന്നീ ഫോണുകൾ അവൈലബിൾ ആണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ 90 Hz റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും ഇതിൽ വരുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റർണലൊക്കെ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നാർസോ N55 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഇതിലോട്ട് വരുമ്പോൾ ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ C55 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 8500 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോൺ 9500 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. വില ഏതിനാണ് കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയൽമി C51 അല്ലാന്നുണ്ടെങ്കിൽ നാർസോ N53 എന്ന ഫോൺ എടുക്കുന്നതിൽ നല്ലത് റിയൽമി C55 എന്ന സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ അമുലേഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമുലേഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുമാത്രമല്ല പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 60X 5G അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി C67 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമി 10 അമലഡ് ഡിസ്പ്ലേ അല്ല LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയാടെക് Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 9 5G ബാൻഡ്സ് ആണ് ഇതിൽ വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോൺ 11200 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ 60X എന്ന സ്മാർട്ട് ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിലും ഇപ്പം അവൈലബിൾ ആണ്. ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 11X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ അതിൽ മെയിൻ ക്യാമറ സെൻസർ 64 മെഗാ പിക്സലുമായിട്ടാണ് വരുന്നത്. ആ ഒരു ഫോൺ 13000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ വേണം. അതുപോലെ തന്നെ അതിൽ അമുലേഡ് ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 11 5G അല്ലാന്നുണ്ടെങ്കിൽ നാർസോ 60 5G എന്നീ സ്മാർട്ട് ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ട് ഫോണുകളും 15000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമുലേഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മീഡിയാടെക് Dimensity 6020 എന്ന പ്രോസസ്സറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 20000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12+ 5G അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 Pro എന്നീ ഫോണുകൾ നല്ല ഓപ്ഷൻ ആയിരിക്കും.
ഏകദേശം അടുത്ത് വരുന്ന സെയിം ഫീച്ചേഴ്സാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സെൻസറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. Realme 12 Plusൽ LYT600 സെൻസറാണ് വരുന്നത്. Narzo 70 Proയിൽ Sony IMX 890 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ Realme 12 Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 19,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. Narzo 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 24,300 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ Realme 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. Snapdragon 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 24,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ Realme 12 Pro Plus എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പല ഫീച്ചേഴ്സും സെയിം ആണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള Snapdragon 7s Gen 2 എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് 64 മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ്. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോണുകളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ Snapdragon 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme GT 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. Snapdragon 888 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് Realme GT 2 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഫോൺ വരുന്നത്. അതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ലഭിക്കുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. Snapdragon 888 എന്ന പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 24,300 രൂപ പ്രൈസ് റേഞ്ചിൽ Realme GT Neo 3 എന്ന ഫോണിൻ്റെ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ വരുന്നുണ്ട്. ഇതിൽ 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 8100 Plus എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 24,300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.